ഹായ് മഗൾസ്, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ +1 +2 എടുക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. കുറേ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ചിന്തകളുണ്ടാവും. സാർ, ഞാൻ +1 ഏതെടുക്കണം, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, മറ്റെടുക്കണോ, മറിച്ചെടുക്കണോ എന്ന് കുറേ ചിന്തകളുണ്ടായിരിക്കും. അതിൽ കൂടുതൽ കുട്ടികളും അവസാനം എത്തിയിട്ടുണ്ടാവും ഏതായിരിക്കും, ഞാൻ സയൻസ് എടുത്തോളാം മാഷേ, അതിന് കുറേ പെരുമുണ്ട്, അതെടുത്താൽ അതാവാം ഇതാവാം, അതെടുത്താൽ എല്ലാ കോഴ്സിലേക്കും പോവാം എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ട്. ഓ നോ പ്രോബ്ലം. ആ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ. സയൻസ് എടുക്കാൻ വിചാരിച്ചൊരു കുട്ടീൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. പല ആൾക്കാരും സത്യം പറഞ്ഞാൽ ബയോസയൻസ് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓൾക്ക് ബയോസയൻസിനെ പറ്റി മാത്രമേ ഒരു ധാരണ ഉണ്ടാവുള്ളൂ. ശരിക്കും കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി നല്ലൊരു ധാരണ ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മക്കൾ ആദ്യം മനസ്സിലാക്കണം, സയൻസ് 2 ഉണ്ട്. ഒന്ന് ബയോ സയൻസും പിന്നെ ഒന്ന് കമ്പ്യൂട്ടർ സയൻസും. സാർ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ബയോ സയൻസിൽ നമുക്ക് ബയോളജി പഠിക്കാനുണ്ടാവും, ബോട്ടണിയും സൂളജിയും. എന്നാൽ കമ്പ്യൂട്ടർ സയൻസിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ്ടാവുക, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞൊരു ഒരു സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. അതാണ് നമ്മളെ മെയിൻ ഡിഫറൻസ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം മക്കൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് +1 അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ, ഡോക്ടറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഏതെടുക്കേണ്ടത്, നിങ്ങൾ ബയോ സയൻസ് ആണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോകണം, പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഡിഗ്രി BSc സൂളജി എടുക്കണം, BSc ബോട്ടണി എടുക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു ചിന്തയും വേണ്ട, നേരെ +1 ബയോ സയൻസ് ആണ് എടുക്കേണ്ടത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചിന്ത ഇല്ല എന്ന് ഇരിക്കുക, സാർ എനിക്ക് ഫീൽഡ് വേണ്ട, ഞാൻ JEE ആണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് NIT-കളിലോ IIT-കളൊക്കെ പഠിക്കാനാണ് എൻ്റെ താല്പര്യം, എനിക്ക് ബയോളജിനോട് കമ്പമേ ഇല്ല സാറേ എന്നാണ് എൻ്റെ മക്കളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഈ ഒരു 6 മേഖലയിലേക്ക്, 5 മേഖലയിലേക്ക് എൻ്റെ മക്കൾക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാൻ വീണ്ടും പറയുന്നത്, JEE-കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, കമ്പ്യൂട്ടർ സയൻസ് അല്ലാണ്ട് വേറെ ഓപ്ഷനുകൾ കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് സൂളജിക്കും ബോട്ടണിക്കും പകരം പഠിക്കാനുള്ളത്. കുറേ ടൈം ലാഭമായി കിട്ടും. കുറേ ടൈം എന്ന് പറഞ്ഞാൽ കുറേ ടൈം ലാഭമായി കിട്ടും. നിങ്ങൾക്ക് ആ സമയത്ത് കുറേ ഫിസിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, കെമിസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, മാത്സിലോ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ഞാൻ വീണ്ടും പറയുന്നത്, ഈ നേരത്തെ പറഞ്ഞ ഈ മേഖലയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ, അയാൾക്ക് നമ്പർ 1 ഓപ്ഷൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. മാത്രമല്ല, ഈ കമ്പ്യൂട്ടർ സയൻസിൽ എജുപോർട്ടിൽ ജസീം സാറൊക്കെ ഒരു 5-6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൻ്റയർ സിലബസ് മൊത്തം സെറ്റാക്കി അങ്ങോട്ട് തരും. ബെസ്റ്റ് കേരളത്തിലുള്ള കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഏതൊരു കുട്ടിയോട് പോലും ചോദിച്ചോ, ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയാണ് ജസീം സാർ. അത് എജുപോർട്ടിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്. സോ എൻ്റെ മക്കളോട് ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്യട്ടെ, ഈ വീഡിയോയിൽ ഇതിവൃത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബയോ സയൻസ് എടുക്കുക, അല്ലാത്ത ആൾക്കാർ മൊത്തം എന്തെടുക്കടാ, ഈ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. എൻ്റെ ഒരു കാര്യം കൂടിയടാ, എജുപോർട്ടിൻ്റെ +1 സൂപ്പർ ബാച്ച് റിസൾട്ട് വന്ന് +1 സൂപ്പർ ബാച്ച് ഞങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ബാച്ച് ഈ വീക്കിൽ നമ്മൾ ഈ വീക്കിൻ്റെ എൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, കൂടാൻ ആഗ്രഹമുള്ള എല്ലാവരും കൂടിക്കോ. നിങ്ങൾ ബയോ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഫുൾ A+ വാങ്ങിത്തരാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ എൻ്റെ മക്കളൊരു കാര്യം കൂടി ഞാൻ പറയാടാ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാടാ. ഇതിലേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, സാർ എനിക്ക് ബയോ സയൻസ് കിട്ടിയില്ല, കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയത്, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല, മറ്റതാണ് കിട്ടിയത്, സാർ എജുപോർട്ടിൽ ജോയിൻ ചെയ്താൽ മാറ്റി തരുമോ? ഉറപ്പായിട്ട് നിങ്ങളെ മെൻറ്ററോട് പറഞ്ഞാൽ മതി, മെൻറ്റർ നിങ്ങൾക്ക് കോഴ്സ് മാറ്റി തരും. സോ ഗൈസ്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, +1 ഏതാണെങ്കിലും നേരത്തെ പഠിച്ചു തുടങ്ങണം. സോ നേരത്തെ ജോയിൻ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സൂപ്പർ ബാച്ചിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തോ. ഞങ്ങളെ മെൻറ്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളെ ടീച്ചർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഒരുപാട് ആൾക്കാർ പഠിച്ചു തുടങ്ങിയ കൂട്ടത്തിൽ നിങ്ങൾക്ക് വരാം. സോ ഗൈസ്, വെൽക്കം ടു എജുപോർട്ട്. ബൈ.